ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ചാവി വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് അർഷാക്കുൻ്റെ സ്കൂട്ടി, ഇതിലാണ് നമ്മുടെ ഇന്നത്തെ ഭ്രാന്ത്. അപ്പം ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഈ ഒരു ചാവി അർഷാക്കു എണീക്കണതിന് മുന്നേ അടിച്ചു മാറ്റി ഇറങ്ങാറുണ്ട്. നമ്മൾ രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ മീൻകറിയും രാവിലെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയതാണ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ചാവിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അർഷാക്കു എണീക്കണതിന് മുന്നേ നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് മറിച്ചെടുത്തിട്ട് ഓട്ടാന്നൊക്കെ കരുതി. എനിക്ക് സ്കൂട്ടി ഓടിക്കാനൊന്നും അറിയില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് നമുക്ക് സ്കൂട്ടീനൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി. പരിചയപ്പെടാതെ ഒന്നും നടക്കില്ല. അതിൻ്റെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പഠിക്കട്ടെ. എനിക്ക് ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് ഒന്നും വണ്ടി വിലങ്ങൂല. ഞാൻ അങ്ങോട്ടാണ് തിരിക്കണമെങ്കിൽ വണ്ടി അങ്ങോട്ടാണ് പോവുക, ഞാൻ വണ്ടി അങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ വണ്ടി ഇങ്ങോട്ട് പോകും. ഞാനും വണ്ടി തമ്മിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ രണ്ട് വഴിക്കുള്ളൊരു ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഞാനിതിങ്ങനെ ഭയങ്കര കാനാണ്. അപ്പോൾ എനിക്കത് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ ചെറുക്കൻ കണ്ടോ ബാക്കിൽ കൂടെ പോകണത്, ഓനൊക്കെ സിമ്പിളായിട്ട് ഓടിക്കിട്ടോ. ഓനൊക്കെ എൻ്റെ മാനം കളയാനായിട്ട് സ്കൂട്ടി നേരത്തെ കാലത്ത് പഠിച്ചിരിക്കുകയാണ്. ഓനൊക്കെ വണ്ടി എടുത്ത് പോകണമെങ്കിൽ എനിക്ക് കീറ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത്ര പോകുന്ന ഓനിക്കൊക്കെ വണ്ടി ഓടിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാന്ന്. അപ്പോൾ സ്കൂട്ടി ഓടിക്കറിയുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ വരും. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പക്ഷെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ തീരെ സ്ഥലമില്ലാത്തൊരു ഇടുക്ക് കടന്നിട്ടാണ് ഈ വട്ടം കറങ്ങണത്. ജസ്റ്റ് വെറുതെ സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒന്ന് റൈസ് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പരിപാടി. നമുക്ക് നേരം പോലെ ഓടിച്ച് പഠിക്കാനുള്ള റോഡൊക്കെ മേലുണ്ട്. പക്ഷെ റോഡ് കയറാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. പിന്നെ വല്ല ഗ്രൗണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും കാണൂല്ല, വീഴൊക്കെ ആണെങ്കിൽ. പിന്നെ വിശാലമായ സ്ഥലമൊക്കെ ആണല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ടൊക്കെ കിട്ടണം കേട്ടോ പഠിക്കാൻ, നല്ലൊരു ഇതുള്ളൂ. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളാണ്. ഇവിടെയൊക്കെ തിരിക്കാനൊന്നും എനിക്കറിയില്ല. അപ്പം തിരിക്കാനുള്ള ട്രിക്ക് എന്നുള്ള അർഷാക്ക് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു മുക്ക് പോയി പെട്ടു. അവിടെ തന്നെ റിലീസ് ചെയ്യാൻ സഹായിച്ചത് വെല്ലിയാക്കയാണ്. അങ്ങനെ വെല്ലിയാക്കാൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ വണ്ടീനെ ഉരുട്ടി ഇങ്ങനെ കൊടുന്നു. പിന്നെ വെറുതെ അങ്ങോട്ടൊന്ന് ഉരുട്ടി ഇങ്ങോട്ടൊന്ന് ഉരുട്ടി കേട്ടോ. നല്ല കുറച്ച് നേരം ഇതുമ്പോൾ മല്ലിക്കെട്ടി കഴിഞ്ഞാൽ കാലും കൈയും വേദനയ്ക്ക് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണ് ബലമൊക്കെ പറയുക. പക്ഷേ എനിക്ക് ബലം പിടിക്കണം കേട്ടോ. ഭയങ്കര പേടിയായതുകൊണ്ടാണ്. കുറച്ചൊരു 2-3 ദിവസം വണ്ടി കൈ കിട്ടിയാൽ ഞാൻ പഠിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ സ്കൂട്ടിമത്തെ മല്ലിക്കെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു വഴിക്കായിട്ട് രാവിലെ തിന്ന ചായയും കടിയൊക്കെ ദഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോഴാണ് വലിയാക്ക കുഞ്ഞിനെ കളിപ്പിക്കുന്നത് കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം ഐസുവിൻ്റെ ചിരിയൊക്കെ കണ്ടിട്ട് അവിടെ അങ്ങനെ നിന്നിട്ടോ. എനിക്ക് വണ്ടികൾ പോകുന്നതൊക്കെ കണ്ടത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഇട്ടാൽ വേഗം റോഡിലൊക്കെ നോക്കാം. പിന്നെ എല്ലാവരും നല്ല പരിചയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരുടെ അടുത്തേക്കും പോവാത്ത പ്രശ്നമൊന്നുമില്ല. റയ്യ് രാവിലെ തന്നെ ബോട്ടൊക്കെ എടുത്ത് ഗ്രൗണ്ടിൽ പോയിട്ട് കേട്ടോ. ഈ മക്കൾ വെയിലത്ത് ഇങ്ങനെ നടക്കും. രാവിലെ തന്നെ പാത്രം കഴുകാതെ വണ്ടി ഓട്ടാൻ പോയിട്ടില്ലേ, ഉള്ള എനർജിയൊക്കെ വണ്ടിയുമ്പോൾ തീർത്തു. ഇപ്പോൾ പാത്രം കാണുമ്പോൾ ഈറ വരും കേട്ടോ. എന്തായാലും അതവിടെ നിന്ന് ഇങ്ങനെ കഴുകി, അല്ലാതെ ഇപ്പോൾ വേറെ ആരും കഴുകാനില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴുകിയെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാമെന്ന് എഴുതിയിട്ടോ. ഒരാളിവിടെ പല്ല് വെക്കണേ ഉള്ളൂ. സമയം 9:15 ഇപ്പോഴാണ് നീറ്റ് വരുന്നത്. ഐസ് എന്തോ തിരയാണ് കേട്ടോ. അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടത് കിട്ടുമോളം ഇങ്ങനെ മല്ലി കിട്ടും. അർഷാക്ക് അപ്പുറത്തേക്ക് തലയും കുത്തി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കാല് പിടിച്ചിക്കണു. ഇവിടെ എന്താ പരിപാടി വെച്ചാലില്ലേ, ഇന്നലെ ഇന്ത്യ അർഷാക്കുവിൻ്റെ വെഡ്ഡിങ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഗിഫ്റ്റ് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്തൊക്കെ എഴുതി കുത്താണ്. രാവിലെ ഇരുന്നതാണ് ടോന് എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ എന്താ പറഞ്ഞു തന്നത്, ഇന്നലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ട്. സയാൻ 9 വയസ്സ്, ഇസുവിന് 5 വയസ്സ്, ഹൈസുവിന് വയസ്സായിട്ടില്ല. എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നലെ അർഷാക്കോരോട് ചോദിച്ചേ 10 വർഷമായാലും കല്യാണം കഴിഞ്ഞിട്ട്, അപ്പം ഈ ഒരു 10 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം അല്ലെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്. എന്താ പറഞ്ഞറിയാം നിങ്ങൾക്ക്, മെസ്സി വേൾഡ് കപ്പിൽ കപ്പടിച്ചതാണ് ഓൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ നിമിഷം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആനക്കാര്യം എന്നാണ് ഓൾ പറഞ്ഞത്. പക്ഷെ എനിക്കത് സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ഓൾക്കത് വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഞാനൊന്നും പറയാൻ തന്നില്ല. എന്നാലും ഞാനൊന്നല്ല, ഈ മക്കളുണ്ടായതൊന്നും ഓൾക്ക് സന്തോഷമില്ല എന്നാണ് ഓൾ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറിയൊരു അടി ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. എന്തായാലും അൽഹംദുലില്ലാ 10 വർഷമായിട്ടോ. അപ്പം ഇതുവരെ പോയതുപോലെ ഇനിയും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴേക്കും ഹൈസ് വന്നിട്ട് എൻ്റെ ക്യാമറ ഡിം. അപ്പം ഷീനു കയറി വന്നിട്ടുണ്ട്. നേരെ വെളുത്തില്ലേ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കയറും ഇറങ്ങും. ഇപ്പോൾ രാവിലെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പഞ്ചായത്തിക്കോ മുനിസിപ്പാലിറ്റിക്കോ അങ്ങോട്ട് പോവാണ്. നികുതി കിടക്കാനുണ്ട്. പാവം ആ പരിപാടികളൊക്കെ വേണ്ട ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ഏട്ടനും അഞ്ചനും കൂടി ഏതോ ഒരു മൂച്ചിലോട്ട് പോയി തപ്പി ഒരു കവർ നിറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ. അപ്പോൾ എവിടെ നിന്നൊക്കെ മാങ്ങ കിട്ടും. പക്ഷെ ഇവിടെ അധികവും കിട്ടുക കോമാങ്ങയാണ്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് നേരെ കൊണ്ടില്ല.
അങ്ങനെ ഈ ചെറുക്കം ഇപ്പോൾ ചോറൊന്നും തിന്നല്ല, വെറും മാങ്ങ മാത്രം തിന്നണം. പിന്നെ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ തിന്നട്ടേന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് അർഷാക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ആയുസ് ഭയങ്കര കരച്ചിൽ. വിശന്നിട്ട് ആൾ വന്നെങ്കിൽ കുട്ടീനെ ഉറക്കിയിട്ടാണ് ഫുഡ് കഴിക്കാൻ നിന്നത്, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നാട്ട് പറയാം. അങ്ങനെ നേരെ ഫാനിൻ്റെ ചോട്ടിലൊന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട്. ബെഡിലൊന്നും കിടത്താൻ പറ്റില്ല, തല കുത്തി മറിയും കേട്ടോ. ഇത്രയും കെയറിങ് ഒന്നും ബാക്കി രണ്ടാളും ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് അത്രയും എന്തോ എന്തായാലും ഇപ്പോൾ ആളെ ബെഡ് കിടത്തലില്ല ആയിസോനെ. അങ്ങനെയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. സാമ്പാറും അതേപോലെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു. അങ്ങനെ അതേ കുറച്ച് ഫ്രീ ടൈമാണ്. 3 പേരെ അന്തം വിട്ട് നോക്കണം എങ്ങിട്ടാന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ TV ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയോ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് സിനിമ, ഒരാൾക്ക് കാർട്ടൂൺ, ഒരാൾക്ക് ഗെയിം. എങ്ങനെ പോയാലും അടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫോണാണെങ്കിലും അടിയാണ്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൈന രാവിലെ മുതൽ ഉച്ചവരെ കുത്തിരുന്നുണ്ടാക്കിയ ഗിഫ്റ്റിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്ന്. അങ്ങനെ പാഞ്ഞു പോയി ഓനെ എടുത്തു വിടുന്നു കേട്ടോ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി മോം ആൻഡ് ഡാഡ് എന്നൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെറുക്കി ഉണ്ടാക്കിക്കണു. അതിന് എൻ്റെ ഫോൺ വേണ്ടത്. രാവിലെ ഫോൺ വെച്ചിട്ട് ഓനിങ്ങനെ ഇത് കാണുക, വരക്കുക, എഴുതുക, ഉണ്ടാക്കുക, അതൊക്കെ തന്നെയായിരുന്നു പണി കേട്ടോ. എൻ്റെ ബർത്ത്ഡേയുടെ സമയത്തും ഇതേപോലൊരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സന്തോഷം. നമ്മൾ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് സ്വീകരിച്ച് ഒന്ന് തട്ടിത്തലോടിയ പ്രശംസിക്കുക. ഓനക്കൊരു ഓനൊന്ന് മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ഇവനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര കഴിവാണ് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ നോക്കി ഉണ്ടാക്കുക, എഴുതുക, അങ്ങനത്തെയൊക്കെ വിമാനം, പ്ലെയിൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ എന്താ പറയുക, കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാത്തിലും ഒരു താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ ഭയങ്കര മടിയാണ് ചില കാര്യങ്ങൾക്ക്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഓനൊന്ന് അപ്പിൽ കൊണ്ട് നിർത്തിട്ടോ, ഒന്ന് പ്രശംസിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടു. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് സയാൻ കൊടുന്ന മാംഗോ ജ്യൂസ് ഒന്ന് അടിച്ചുണ്ടാക്കിയിരുന്നു. വലിയ രസമൊന്നുമില്ല കേട്ടോ, എനിക്കിഷ്ടമായില്ല. എന്തായാലും ഞാനൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കുടിക്കണം, അതല്ല എൻ്റെ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് രാവിലത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും മറക്കൂട്ടോ അരി വെള്ളത്തിലിട്ട് വെച്ചില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആട്ടാൻ മറക്കണ ആരെങ്കിലും? ഞാൻ കുറേ വൈകിട്ടാണ് ആട്ടിൽ. ഇന്നെന്തായാലും എനിക്ക് വൈകുന്നേരം തന്നെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ആട്ടി നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി. പിന്നെ കുട്ടികൾക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തു. ജ്യൂസ് കുടിച്ചുകൊണ്ട് ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹൈസൂൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് മിഷ്യനുമായിട്ടൊന്ന് മെല്ലിക്കെട്ടാന്ന് കരുതി കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു ചുരിദാറുമ്മയാണ്. ഇത് നമ്മുടെ വേറൊരു ആൾക്ക് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പം ഇത് മെറ്റീരിയൽ ഭയങ്കര കുറവാണ്, ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് സെപ്പറേറ്റ് മെറ്റീരിയലൊക്കെ വാങ്ങി അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ കുന്ത്രാണ്ട് അടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആകെ ഇങ്ങോട്ട് മട്ടിച്ചിട്ടു. കാരണം ഈ മെറ്റീരിയൽ തികയാതെ വരിക, അങ്ങനത്തെ പ്രതിസന്ധികളൊന്നും താങ്ങല്ല, എനിക്ക് കീറയണം അതൊക്കെ. അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.